ഇന്ത്യ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ കാനഡയുടെ പിന്തുണ തേടിയ പാകിസ്ഥാന് തിരിച്ചടി. ഇസ്ലാമാബാദിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പാക് വിദേശകാര്യമന്ത്രിയുടെ അഭ്യർത്ഥനയോട് കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് പ്രതികരിച്ചില്ല. വിഷയത്തിൽ പരസ്യമായ നിലപാട് വ്യക്തമാക്കാൻ കാനഡ തയ്യാറാകാതിരുന്നത് ഇസ്ലാമാബാദിന് വലിയ നയതന്ത്ര തിരിച്ചടിയായി മാറി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തിയ അനിത ആനന്ദുമായി പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് കരാർ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പാകിസ്ഥാൻ കാനഡയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ അനിത ആനന്ദ് ഈ വിഷയം പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കനേഡിയൻ സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലും സിന്ധു നദീജല കരാറിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും സഹകരണ മേഖലകളെക്കുറിച്ചും മാത്രമാണ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ തേടാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ചരിത്രപരമായ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. ഇതിനുശേഷം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ഇന്ത്യക്കെതിരെ അപ്പീൽ നൽകാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ. എന്നാൽ സഖ്യരാഷ്ട്രങ്ങളിൽ നിന്ന് പോലും അനുകൂലമായ നിലപാട് സമാഹരിക്കാൻ ഇസ്ലാമാബാദിന് സാധിക്കുന്നില്ലെന്നാണ് കാനഡയുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അനിത ആനന്ദിനൊപ്പം മാധ്യമങ്ങളെ കണ്ട് ഇഷാഖ് ദാർ കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചു. മേഖലയിലെ നിലവിലുള്ള അസ്ഥിരമായ സുരക്ഷാ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അദ്ദേഹം ആരോപിച്ചു. 2025 ഏപ്രിലിലെ ഇന്ത്യയുടെ പ്രഖ്യാപനം പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നതായും പാക് വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടാണ് പാകിസ്ഥാൻ കാനഡയോട് സഹായം അഭ്യർത്ഥിച്ചത്. ജലത്തെ ആയുധമാക്കുന്നത് അവസാനിപ്പിക്കാനും അന്താരാഷ്ട്ര നിയമങ്ങളും കരാർ ബാധ്യതകളും പാലിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കാനും കാനഡ ഇടപെടണമെന്ന് ദാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നേരിട്ടുള്ള അഭ്യർത്ഥനയോടും കനേഡിയൻ പ്രതിനിധി അനുകൂലമായി പ്രതികരിച്ചില്ല. 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചരിത്രപരമായ സിന്ധു നദീജല കരാർ ഒപ്പിട്ടത്. ഇതനുസരിച്ച് കിഴക്കൻ നദികളിലെ ജലം ഉപയോഗിക്കാൻ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാൻ പാകിസ്ഥാനും അവകാശം നൽകിയിരുന്നു. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജലസമാധാനത്തിന്റെ അടിസ്ഥാനമായിരുന്നു ഈ കരാർ. എന്നാൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് കടക്കുകയായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ വിശ്വസനീയമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ കരാർ മരവിപ്പിച്ചു നിർത്തുമെന്നാണ് ന്യൂഡൽഹി വ്യക്തമാക്കിയത്.